നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 25,449 അപ്പ് സൈഡ് 25,587 ഒരു അപ്പ് സൈഡ് ഒരു പ്രീവിയസ് ഡേ ഹൈ ഒക്കെ ഏരിയയാണ്. അപ്പം ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ കുറച്ച് മുകളിലേക്ക് പോയി നിഫ്റ്റിയിൽ. പക്ഷേ എൻട്രി കുറച്ച് ലേറ്റായി ഞാൻ ഓഫീസിലെത്താൻ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ 57,116 അപ്പ് സൈഡ്, ഡൗൺ സൈഡ് 56,735. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് മാർക്കറ്റ്. സെൻട്രലല്ല, അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ്. ഏതെങ്കിലും ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ അത്യാവശ്യം ടാപ്പ് ചെയ്ത് മൂവ് ചെയ്തു, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:06 നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യാൻ വരുന്നുണ്ട് മാർക്കറ്റ്. ഒരു അപ്സൈഡ് ട്രേഡിന് നോക്കാം. അഗ്രസീവായിട്ടുള്ള ഡയറക്റ്റ് ട്രേഡ് തന്നെ ചെയ്ത് നോക്കാം നമുക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാൻഡിൽ ടാപ്പ് എൻട്രി. അപ്പോൾ ആ ഒരു ട്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. പ്രീമിയം നമുക്ക് കിട്ടിയ 148.65 ഓൾറെഡി അത്യാവശ്യം മൂവ്മെൻറ്റും വരുന്നുണ്ട്. മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് അപ്സൈഡിലേക്ക് കുറേ ദിവസമായിട്ട് ഇപ്പോൾ റെഡ് ക്യാൻഡിലാണ്. ഇപ്പോൾ ചെറിയൊരു അപ്സൈഡിലേക്ക് തന്നെ പോകുന്നതാണ് ഇപ്പോൾ ഇനീഷ്യലി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ഇന്നത്തെ ഡേ ഹൈയോ അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ട മുകളിലുള്ളൊരു സ്വിങ് ഹൈ എത്തിയ കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. കാരണം അവിടെ ഒരു എന്താ പറയുക, അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ നിന്ന് താഴേക്കും നോക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടാർഗറ്റ് ലെവൽ രണ്ടിനും കുറവാണ്. ഡേ ഹൈ വരെയൊന്നും ഇല്ല അപ്സൈഡ് ലിക്വിഡിറ്റി. തൊട്ട മുകളിൽ ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ 473 റേഞ്ച്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കേണ്ടി വരില്ല. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. നോക്കാം, അവിടെ എത്തുമ്പോഴുള്ള പ്രൈസ് ആക്ഷൻ പോലെ നോക്കാം. ഇനി അതല്ല, SL ആണെങ്കിൽ 6 പോയിൻ്റാണ് SL കൊടുത്തത്. ഇതൊരു കൺഫർമേഷൻ എടുത്തിട്ടൊന്നുള്ള എൻട്രി അല്ല, ഡയറക്റ്റ് എടുത്തതാണ്. അല്ലെങ്കിൽ അഗ്രസീവ് എൻട്രി ഒക്കെ വരണമെങ്കിൽ നമുക്ക് ഇനി 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷനൊക്കെ കിട്ടണം. അതൊന്നും വരാതെ ഡയറക്റ്റ് എടുത്തതാണ്. ഒരു സഡൻ സ്പൈക്ക് മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാന്നുള്ളത്. ചില സമയത്ത് മാർക്കറ്റ് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രീവിയസ് ടൈമിലുള്ള കൂടുതൽ റിയാക്ഷൻ തന്നൊരു മെത്തേഡാണിത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അത്യാവശ്യം മൊമെൻ്റ് ഈ ഒരു ട്രേഡ് സെറ്റപ്പിന് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 10:08 അല്ലേ. സമയം ഫസ്റ്റ് ട്രേഡാണ് നമ്മുടെ. SL അടിച്ചാലോ നമുക്ക് മാക്സിമം ഒരു ദിവസം 2 ട്രേഡുള്ള അറിയാലോ. അതിൽ നമുക്ക് നല്ല 2 ഓപ്പർച്യൂണിറ്റി നോക്കും. അതിൽ നമുക്ക് SL ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യലാണ് ഈ മാസം മുതൽ പ്ലാന്. കറക്റ്റായിട്ട് മെയിനായിട്ട് ഫോക്കസ് അറിയാലോ, എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇല്ല താഴേക്ക് വരുന്നുണ്ട്. ഇതൊന്ന് പ്രീമിയം നല്ല ഇറങ്ങുന്നുണ്ട്. ഒരു എന്താ പറയുക, കണ്ടിട്ടൊരു സുഖമില്ലല്ലേ. പ്രീമിയം കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടത് സ്പോട്ടിനേക്കാൾ. അപ്പം മാർക്കറ്റ് കുറച്ചൊന്നും താഴെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മുടെ SL അടിച്ചു പോകും. കുഴപ്പമില്ല, നമുക്ക് ഇനി നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം. ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യും SL അടിക്കുകയാണെങ്കിൽ. ഇനി അഥവാ ഡയറക്റ്റ് ഇല്ല, SL അടിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മുടെ എൻട്രി വന്നത് 148.65. SL അടിച്ചത് 142.50. ഓക്കെ, നമ്മൾ SL അടിച്ചു. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമയം 10:19 നമുക്കൊരു അഗ്രസീവ് എൻട്രി ഇപ്പോഴാണ് വന്നത്. നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഡയറക്റ്റ് എടുത്തതാണ്. ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് 40 പോയിൻറ്റ്സ് റേഞ്ചിൽ ഉണ്ടാവും. അവിടെ നമുക്ക് കൺഫർമേഷൻ എൻട്രി ഇവിടുന്ന് വന്നത്. നമുക്ക് ഇതും ടാർഗറ്റ് അടിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ആ ഒരു ഏരിയയിലാണ് എൻട്രി ഉള്ളത്. സമയം 11 മണിയായി. നമ്മൾ ആ നേരത്തെ ആ ഒരു കൺഫർമേഷൻ എടുത്തിട്ടുള്ള എൻട്രി ആണെങ്കിൽ ഇപ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് SL അടിച്ചത് 142.50. 142.15 വരെ കണ്ട പ്രീമിയം പോയിട്ടുള്ളൂ. ജസ്റ്റ് നമ്മുടെ SL 35 വരെ കണ്ട പ്രീമിയം പോയിട്ടുള്ളൂ. അതിനുശേഷം 174 വരെ. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു കൺഫർമേഷൻ എൻട്രി അഗ്രസീവ് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു എൻട്രി ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. പറയുമ്പോൾ 40 പോയിൻ്റ് അവിടുന്ന് ആകെ 39 പോയിൻ്റ് കണ്ട അവിടെ നിന്നുള്ളൂ. പക്ഷേ നമുക്ക് 1:5 അടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. കാരണം 144 എൻട്രി കിട്ടിയാൽ പോലും നമുക്ക് 174 വരെയൊക്കെ പ്രീമിയം പോയിട്ടുണ്ട്. 175 വരെയൊക്കെ പ്രീമിയം പോയിട്ടുണ്ട്. 1:5 ഈസി ആയിട്ട് അടിക്കുമായിരുന്നു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ. ഇപ്പോൾ ഡേ ഹൈ എടുക്കണം അതിനേക്കാളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാം. കാരണം ഇതൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ഓപ്പർച്യൂണിറ്റി നോക്കാം. ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കുള്ള അവസരം നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഓക്കെ, ഇവിടുന്നാണ് നമുക്ക് എൻട്രി വന്നത്. ശരിക്ക് ഒരു ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ ട്രേഡ് എടുത്തില്ലെങ്കിൽ, അഗ്രസീവായിട്ട് എടുത്തില്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് എടുക്കുക. കുഴപ്പമില്ല, നമുക്ക് നല്ല അടുത്ത ഓപ്പർച്യൂണിറ്റി താഴേക്ക് നോക്കാം. ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കൊരു അവസരം നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
സമയം 11:11 നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഡേ ലോ ഏരിയൻ്റെ അടുത്ത് വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. തിരിച്ച് താഴേക്ക് മീൻസ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. അതാണ് ഇപ്പോൾ പ്ലാന്. സമയം 11:12 മാർക്കറ്റ് റിവേഴ്സ് ചെയ്യണം. മാർക്കറ്റ് 25,475 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയാലേ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി മിസ്സാകത്തേ ഉള്ളൂ. നേരത്തെ പോലെ ഞാൻ രാവിലെ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഡയറക്റ്റ് അഗ്രസീവായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോയ സമയത്തിന് എടുത്തത്. ആ ട്രേഡ് കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്ത് നല്ല പോക്ക് പോകുന്നുണ്ട്. അപ്പ് സൈഡിലേക്ക് ഞാൻ ഒരു രീതി എടുത്തത്, പക്ഷേ അത് സെൽ അടിച്ചതിന് ശേഷം പിന്നെ പ്രോപ്പർ ഒരു എൻട്രി സെറ്റപ്പ് പ്രകാരം എൻട്രി ടാർഗറ്റിലേക്ക് വന്നു. പക്ഷേ ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ ഒരു എൻട്രി വേണ്ട, ഒന്ന് കൺഫർമേഷൻ എടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റായിട്ട് ആ ടാപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അഗ്രസീവ് എൻട്രി മീൻസ് ക്യാൻഡിൽ ടാപ്പ് എൻട്രി ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതും ടാർഗറ്റിലേക്ക് വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ മുകളിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ സെൽ അടിക്കുമെന്നും അറിയില്ല. രണ്ടും സംഭവിക്കാം. ഏതായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും കൺഫർമേഷൻ എൻട്രി എടുക്കാം. വന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോട്ടെ. അപ്പോൾ ഒന്നുണ്ട് മുകളിലേക്ക് വരുന്നുണ്ട്, വരട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2 മണി കഴിഞ്ഞ്. നമ്മൾ രാവിലെ ആ ഒരു എൻട്രി താഴേക്ക് നോക്കിയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് നമുക്ക് എൻട്രി തരാതെ താഴേക്ക് വന്ന് ഇപ്പം അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി പ്ലാൻ ചെയ്യാം. ഇതിൽ വലിയ ടാർഗറ്റ് ഡിസ്റ്റൻസ് ഇല്ല. 128 അതിൻ്റെ പ്രീമിയം അല്ലേ. ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. കാരണം ഓക്കെ എൻട്രി എടുക്കാം നമുക്ക്. ഗോൾഡിൽ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് അടിച്ചു പോയി. നമുക്ക് ഇതിൽ നമുക്ക് എൻട്രി കിട്ടിയത് ആ ഒരു ട്രേഡ് അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ 1:3 ഒക്കെ എത്തിയതിനു ശേഷം കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചത് അത് അടിച്ചു പോയി ചെയ്തു. ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയാണ്. ഇതിൽ ടാർഗറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. തൊട്ട് താഴെ ഇവിടെ കണ്ടോ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കൊന്നെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കേണ്ടി വരും അവിടെ എത്തിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നോക്കാം, അവിടെ എത്തേണ്ട പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. ഇനി അതല്ല നേരെ മുകളിലേക്ക് പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ട്രേഡ് കഴിയുകയും ചെയ്യും. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചതാണ്. നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നോക്കി ഇന്ന് മാർക്കറ്റിൽ. നല്ല പ്രോപ്പറായ അവസരമൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര സമയം വെയിറ്റ് ചെയ്ത്. പ്രോപ്പറായിട്ട് നമ്മൾ അറിയാമല്ലോ, നമുക്ക് അവസരം വരുന്ന സമയത്ത് ട്രേഡ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുക. അല്ലാതെ നമുക്കൊരു ലോസ് അടിച്ചത് വിചാരിച്ചിട്ട് എങ്ങനെയും കവർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. അതുമല്ല പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ അവസരമാണ്, ലാസ്റ്റ് അവസരമാണ്. നോക്കാം നമുക്ക്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മാർക്കറ്റ് ഭയങ്കര ഒരു റേഞ്ച് ബോണ്ടാണ് മാർക്കറ്റ്. നമുക്ക് ഒരു ട്രേഡിലും അപ്പ് സൈഡ് ആണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും വലിയൊരു ടാർഗറ്റ് ലെവൽ ഇല്ല. ഈ ട്രേഡിലും വളരെ ചെറിയ 10-26 പോയിന്റ് ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ടാർഗറ്റ്. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണോ കോസ്റ്റ് പ്രൈസ് വെക്കണോ എന്നൊക്കെ പറഞ്ഞത്. കാരണം ഒന്ന് ഡിസ്റ്റൻസ് കുറവാണ്. 1:5 ഒന്നും എന്തായാലും കിട്ടൂല. അല്ലെ പിന്നെ ഡേ ലോ വരെയൊക്കെ മാർക്കറ്റ് പോയാൽ അല്ലെ ചിലപ്പോൾ 1:5 കിട്ടും. നോക്കാം നമുക്ക്. ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഈ ട്രേഡിൽ നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിനി കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണോ അതോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം കണ്ടിട്ട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. നല്ല 6,000 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം തൽക്കാലം. എന്നിട്ട് മൊമെൻ്റ് ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ പിന്നെ ട്രെയിൽ ചെയ്ത് പോകും. അതായിരിക്കും ബെറ്റർ. അഥവാ ഡേ ലോ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുക, അതായിരിക്കും നന്നാവുക. കാരണം അവിടുന്ന് മുകളിലേക്ക് പോകാനും പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോം ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുന്ന ഉടനെ തന്നെ എക്സിറ്റ് ചെയ്യാം. ഒന്നും താഴെ വന്നോട്ടെ, എന്നിട്ട് ഇറങ്ങാം. അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യുക, 1:1 ഇറങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാൻഡിലിൽ ലോ എടുക്കുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് കറക്റ്റ് ആ ക്യാൻഡിൽ ലോ എടുത്തില്ല. കറക്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. മുകളിലേക്ക് പോകാനും പോസിബിലിറ്റി ഉണ്ട് അവിടുന്ന്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ ടാർഗറ്റ് ഡിസ്റ്റൻസ് കുറവാണ്. സ്കാൽപ്പിംഗ് പോലെ തന്നെയാണ് നോക്കിയത്. അവിടെ എത്തുമ്പോൾ ഇറങ്ങണോ ഇറങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിന്നതാ. കുഴപ്പമില്ല. ഏതായാലും നമുക്ക് 1:1 അടിച്ചിട്ടുണ്ട്. ഓവറോൾ 2 ട്രേഡിൽ ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാം, അത്രേ ഉള്ളൂ.
കാരണം ഇന്ന് ടാർഗറ്റ് ഡിസ്റ്റൻസ് കുറവാണ് ഒരു ട്രേഡ്. ഒക്കെ ചെറിയൊരു മാർക്കറ്റ് റേഞ്ച്, ഭയങ്കര റേഞ്ച് പോകേണ്ടതിനെ കൊണ്ട് നമുക്കൊരു ഡിസ്റ്റൻസ് ഇല്ല ഒരു ട്രേഡിൽ കിട്ടിയത്. ഇനി ഇവൻ ബാങ്ക് നിഫ്റ്റിയിലാലും ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് ചെറിയ താഴേക്ക് വരുന്ന മാതിരി കാണിച്ചാൽ അതേപോലെ മുകളിലേക്കും പോകും മാർക്കറ്റ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നല്ല ട്രെൻഡ് ലൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നേരത്തെ ഒരു സിംഗ്ലോക്ക് എടുത്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ആ സമയത്ത് ഇറങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഫ്യൂച്ചർ ചാർട്ടിൽ 25,500 എന്നുള്ള ലെവൽ 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്യണം, അതിൻ്റെ താഴേക്ക് വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വന്നില്ല, മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തു. ഏതായാലും പോട്ടെ, ഇനി നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ 2 ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ട് നാളെ അവസരം നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 3:03 നമ്മൾ നേരത്തെ ഉള്ള ട്രേഡിൽ എക്സിറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടോ? അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ അത് 1:1 ഇറങ്ങിയാൽ നന്നായി. ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്, അവിടെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകാനും പോസിബിലിറ്റി. അതേപോലെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും നല്ല പ്രോഫിറ്റിൽ ഇറങ്ങായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ എടുത്ത 2 ട്രേഡ് തന്നെ ഉള്ളൂ, വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് നാളെ നോക്കാം. 3 മണി കഴിഞ്ഞു, നമ്മൾ ഓവറോൾ 2 ട്രേഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഡിസിപ്ലിൻ തെറ്റാതെ ഒരു ദിവസം എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക എന്നുള്ളത് രാവിലെ ഉള്ള ഒരു മോട്ടീവ് ആകെ അതുള്ളൂ. അല്ലാതെ ലാഭം എനിക്ക് ഇത്ര കിട്ടണം നഷ്ടതല്ല. ഞാൻ പ്രോപ്പർ എൻ്റെ അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കുക, അൺവാണ്ടഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക, ലോസ് റിക്കവർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രോസസ്സിലാണ്. അപ്പോൾ പ്രോസസ്സ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മാസം കറക്റ്റായിട്ട് ഒറ്റ ദിവസം തെറ്റാതെ പ്രോസസ്സ് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക് ഓരോ ദിവസവും ട്രേഡിങ്ങിന് വരുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എല്ലാവരും ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ട്രേഡിങ്ങിൽ നല്ല അവസരങ്ങൾ കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും, ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളുണ്ടാവും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.